എന്താണ് ഗേറ്റ് ഓട്ടോമേഷൻ? ഏതെല്ലാം ടൈപ്പാണുള്ളത്? എത്രത്തോളമൊക്കെ ചെലവ് വരാൻ സാധ്യതയുണ്ട്? ഓട്ടോമേഷൻ ചെയ്തേക്കുന്ന ഗേറ്റ് കംപ്ലൈൻ്റ് ആയിക്കഴിഞ്ഞാൽ നമുക്ക് മാനുവലായിട്ട് ഓപ്പറേറ്റ് ചെയ്യാൻ സാധിക്കുമോ? കറണ്ട് പോയി കഴിഞ്ഞാൽ എല്ലാ ഓട്ടോമേറ്റഡ് ഗേറ്റും വർക്ക് ചെയ്യുമോ? നമുക്ക് എങ്ങനെ വീടിൻ്റെ ഉള്ളിൽ കയറാൻ പറ്റും? അതുപോലെ ചില വീഡിയോയിലൊക്കെ നമ്മൾ കാണുന്ന പോലെ CCTV ക്യാമറ വെച്ചുകൊണ്ട് ഓട്ടോമേറ്റഡ് ഗേറ്റ് ഓപ്പറേറ്റ് ചെയ്യാൻ സാധിക്കുമോ? നമ്മുടെ വണ്ടി വരുമ്പോൾ ഓട്ടോമാറ്റിക് ഗേറ്റ് തുറക്കുമോ? അതേപോലെ റിമോട്ടായിട്ട് നമുക്ക് എങ്ങനെയാണ് നമ്മുടെ മൊബൈലിലൂടെ ഓട്ടോമേറ്റഡ് ഗേറ്റിനെ തുറക്കാൻ സാധിക്കുന്നത്? അങ്ങനെയുള്ള ഒരുപാട് സംശയങ്ങൾ നിങ്ങളുടെ മനസ്സിലുണ്ടെന്ന് എനിക്കറിയാം. അപ്പോൾ അങ്ങനെയുള്ള എല്ലാ സംശയങ്ങളും നമുക്ക് ഈ ഒരു വീഡിയോയിൽ ക്ലിയർ ചെയ്യാം. കാരണം കഴിഞ്ഞ 11 വർഷമായിട്ട് ഈ ഒരു ഫീൽഡിൽ ഞങ്ങൾ ഈ കാര്യങ്ങൾ തന്നെയാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. എൻ്റെ പഴയ വീഡിയോസൊക്കെ നിങ്ങൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഈ ഒരു ഫീൽഡുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾ തന്നെയാണ് ഞാൻ പോസ്റ്റ് ചെയ്തിരിക്കുന്നത്. നിങ്ങൾക്ക് ട്രസ്റ്റ് ചെയ്യാവുന്ന ഒരു വീഡിയോ തന്നെയായിരിക്കും ഇത് കേട്ടോ. ഗേറ്റ് ഓട്ടോമേഷൻ എന്ന് പറഞ്ഞാൽ ഏറ്റവും സിമ്പിളായിട്ട് പറഞ്ഞാൽ ഇത്രയേ ഉള്ളൂ. നമ്മുടെ ഗേറ്റിനെ നമ്മളൊരു മോട്ടോർ ഉപയോഗിച്ച് അടയ്ക്കുകയും തുറക്കുകയും ചെയ്യുന്നു. ഇനി ഈ ഗേറ്റ് ഓട്ടോമേഷൻ 2-3 രീതിയിൽ ചെയ്യാൻ പറ്റും. അതെന്തൊക്കെയാണെന്ന് ഞാൻ പറഞ്ഞുതരാം. ഒന്ന്, സ്ലൈഡിങ് ഗേറ്റ് ഓട്ടോമേഷൻ. അതായത് നമുക്കറിയാമല്ലോ, ഈ സ്ലൈഡ് ചെയ്ത് മൂവ് ചെയ്യുന്ന ടൈപ്പ് ഗേറ്റുകൾ. അതായത് ഒരു സൈഡിലേക്ക് മാത്രം തുറക്കുന്നതുണ്ട്, ചിലത് 2 സൈഡിലോട്ടും തുറക്കുന്നുണ്ടാവും. എന്തായാലും ഒരു സൈഡിലേക്ക് മാത്രം തുറക്കുന്ന ഗേറ്റ് ഓട്ടോമേഷൻ ചെയ്യുമ്പോഴാണ് ഏറ്റവും ചിലവ് കുറവ് വരുന്നത്. നമുക്കൊരു 45, അതായത് ഒരു 50,000-ൽ താഴെയാണ് ഒരു സിംഗിൾ സ്ലൈഡിങ് ഗേറ്റ് ഓട്ടോമേഷൻ ചെയ്യാൻ വേണ്ടി വരുന്ന കോസ്റ്റ്. നമ്മുടെ ഗേറ്റിൻ്റെ ഭാരം വളരെ വലിയൊരു ഫാക്ടറാണ്. നിങ്ങൾ ഗേറ്റ് ഓട്ടോമേഷൻ ചെയ്യാൻ വേണ്ടി പ്ലാൻ ചെയ്യുന്നുണ്ട്, ഇപ്പം നിങ്ങൾ ഗേറ്റ് ഒന്നും ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും എന്തെങ്കിലും ഡിസൈനൊക്കെ കൊടുത്തുകൊണ്ട് വെയിറ്റ് കുറയ്ക്കാൻ വേണ്ടി നോക്കുക കേട്ടോ. സ്വിംഗ് ഗേറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇങ്ങനെ നമ്മൾ തുറക്കുന്ന ടൈപ്പ് ഗേറ്റ് ആണ്. അത് നമുക്ക് ഒരു ലീഫ് മാത്രം ഉള്ളതുകൊണ്ട് 2 ലീഫ് ഉള്ളതുകൊണ്ട് ഇപ്പോൾ ഈ ടൈപ്പ് ഗേറ്റുകളെ നമുക്ക് 2 രീതിയിൽ ഓട്ടോമേഷൻ ചെയ്യാൻ പറ്റും. ആം മോട്ടോർ വെച്ചിട്ട് ഓപ്പറേറ്റ് ചെയ്യാം, അതുപോലെ തന്നെ റോളർ മോട്ടോർ വെച്ചിട്ടും ഓപ്പറേറ്റ് ചെയ്യാം. ആം മോട്ടോർ വെച്ചിട്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ കൈ പോലെ വന്നിട്ട് ഇങ്ങനെ തുറക്കുന്ന ടൈപ്പ്, അതായത് അതിൻ്റെ ഓപ്പറേറ്റർ നമ്മുടെ കൈ പോലെ ഇരിക്കുന്നൊരു സാധനമായിരിക്കും. അത് വളരെ ഭാരം കുറഞ്ഞ ഗേറ്റുകളെ മാത്രമാണ് അത് വെച്ചിട്ട് ഓപ്പറേറ്റ് ചെയ്യാൻ പറ്റുള്ളൂ. അറൗണ്ട് ഒരു 300 കിലോഗ്രാമൊക്കെയാണ് മാക്സിമം ലോഡിംഗ് കപ്പാസിറ്റി ഏറ്റവും കുറഞ്ഞ മോട്ടറിൻ്റെ വരുന്നത്. അപ്പോൾ നമുക്കൊരു 200 കിലോഗ്രാം ഭാരമുള്ള ഗേറ്റൊക്കെയാണ് നമ്മുടെ ഉള്ളതെന്നുണ്ടെങ്കിൽ അതുപോലത്തെ ഉള്ളത് എടുത്താൽ മതി. ഇനി രണ്ടാമത്തെ ടൈപ്പ് എന്ന് പറഞ്ഞാൽ റോളർ വെച്ചിട്ടുള്ളതാണ്. അതായത് നമുക്ക് ഒരു ഓപ്പറേറ്റർ ഇങ്ങനെ നിലത്തോടെ ഓടിപ്പോവായിരിക്കും ചെയ്യാം. നമ്മുടെ ടൈലോ അല്ലെങ്കിൽ നമ്മൾ കോൺക്രീറ്റ് ചെയ്തേക്കുന്ന ആ ഒരു പ്രതലത്തിലൂടെ ഒരു ഓപ്പറേറ്റർ ഇങ്ങനെ ഈ ഗേറ്റിനെ വലിച്ചുകൊണ്ട് പോവുകയായിരിക്കും ചെയ്യുന്നത്. അപ്പോൾ ഇങ്ങനെ 3 ടൈപ്പാണ് നമുക്ക് വരുന്നത്. ഓരോ മോട്ടറും നമ്മൾ 300 കിലോഗ്രാം, 500 കിലോഗ്രാം, 600, 800, 1500, 1000 അങ്ങനെയൊക്കെ പല ലോഡിംഗ് കപ്പാസിറ്റിയിലാണ് വരുന്നത്. ഒരിക്കലും ഈ 500 കിലോഗ്രാമിൻ്റെ മോട്ടർ എടുത്തിട്ട് 500 കിലോഗ്രാമുള്ള ഗേറ്റ് വലിക്കാൻ വേണ്ടിയിട്ട് നോക്കരുത്. വെയിറ്റ് വളരെയധികം വലിയൊരു ഫാക്ടറാണ്. ഓവർലോഡ് വന്നു കഴിഞ്ഞാൽ മോട്ടർ പോകാനുള്ള സാധ്യതയുണ്ട് കേട്ടോ. ഗേറ്റ് ഓട്ടോമേഷൻ ചെയ്യുന്ന സമയത്ത് നമ്മൾ ഒരു കാരണവശാലും കാശ് ലാഭിക്കാൻ വേണ്ടിയിട്ട് ചീപ്പ് ക്വാളിറ്റി പ്രോഡക്ട്സ് ഉപയോഗിക്കരുത്. അതുപോലെ തന്നെ ആക്സസറീസ് കട്ട് ചെയ്യരുത്. പലപ്പോഴും പല സ്ഥലങ്ങളിലും അപകടം ഉണ്ടായിരിക്കണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ആക്സസറീസ് കട്ട് ചെയ്തിട്ട് അതുപോലെ ഏറ്റവും കുറഞ്ഞ മോട്ടറും സാധനങ്ങളും ഉപയോഗിച്ചിട്ട് വർക്ക് ചെയ്തേക്കുന്ന സ്ഥലങ്ങളിലാണ്. അല്ലാതെ നല്ല മോട്ടറുകൾ, നല്ല ആക്സസറീസ് ഒക്കെ യൂസ് ചെയ്തേക്കണ ആയിരക്കണക്കിന് ഗേറ്റുകൾ ഇപ്പോഴും വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. അപ്പോൾ എവിടെയാണ് ആ പ്രശ്നം വരുന്നതെന്ന് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞുതരാം. ഇപ്പോൾ ഒരു മോട്ടറാണ് ഒരു ഗേറ്റിനെ തള്ളി ഇങ്ങോട്ട് കൊണ്ടുവരുന്നത്. അപ്പോൾ ഇവിടെ ആരെങ്കിലും വന്ന് നിൽക്കുകയോ ഒരു വണ്ടി വന്ന് ഇവിടെ നിൽക്കുകയോ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ആ വണ്ടി നിൽക്കുന്നുണ്ട്, ആൾ നിൽക്കുന്നുണ്ട്, പെറ്റ്സ് നിൽക്കുന്നുണ്ടെന്നുള്ള കാര്യം മനസ്സിലാക്കിക്കൊണ്ട്, സെൻസറുകൾ മനസ്സിലാക്കിക്കൊണ്ട് ആ ഒരു ഗേറ്റ് അവിടെ നിന്ന് വരുന്നതിനെ തടയും. പക്ഷേ അങ്ങനെയുള്ള ഡിറ്റക്ഷൻ സെൻസറുകളൊന്നും നമ്മൾ യൂസ് ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ ഗേറ്റ് അവിടെ നിന്ന് പോകുന്നതുകൊണ്ടിരിക്കും, നമ്മൾ അതിൻ്റെ ഇടയിൽ നിൽക്കുകയും ചെയ്യും, അല്ലെങ്കിൽ നമ്മുടെ പ്രിയപ്പെട്ടവർ അതിൻ്റെ ഇടയിൽ നിൽക്കുകയും ചെയ്യും. അത് അപകടം ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട്. അപ്പോൾ എല്ലാ സെക്യൂരിറ്റി മെഷേഴ്സ് എടുത്തിട്ട് മാത്രമാണ് ഗേറ്റ് നമ്മൾ ഓട്ടോമേഷൻ ചെയ്യാവുള്ളൂ. ഇനി ഏതൊക്കെ രീതിയിൽ നമുക്ക് ഈ ഗേറ്റ് ഓപ്പറേറ്റ് ചെയ്യാൻ സാധിക്കുമെന്ന് നോക്കാം. നമ്മൾ ഗേറ്റ് ഓട്ടോമേഷൻ ചെയ്യുന്ന സമയത്ത് നമുക്ക് ഈ ഗേറ്റ് ഓട്ടോമേഷൻ ചെയ്യുന്ന കമ്പനി 2 റിമോട്ട് കൺട്രോളർ തരുന്നുണ്ട്. നമുക്ക് ഒരെണ്ണം വീട്ടിൽ വെക്കാം. നമുക്ക് വണ്ടി ഉണ്ടെങ്കിൽ അതിനകത്ത് ഒരെണ്ണം വെച്ച് കഴിഞ്ഞാൽ നമ്മൾ വണ്ടിയിൽ വരുന്ന സമയത്ത് ആ റിമോട്ടിൽ ഞെക്കിയാൽ മതി, ഗേറ്റ് തന്നെ അങ്ങ് തുറന്നോളും. അപ്പോൾ അത് വളരെ സിമ്പിളായിട്ടുള്ളൊരു സൊല്യൂഷനാണ്. പക്ഷേ നമുക്ക് രണ്ടാമത്തെ ഒരു ഓപ്ഷൻ, എല്ലാവരും ചെയ്യുന്ന ഒരു കാര്യം തന്നെയാണ്, നമ്മുടെ വീടിൻ്റെ ഉള്ളിൽ നിന്നൊരു സ്വിച്ച് അമർത്തി കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക് ഗേറ്റ് തുറക്കുന്ന ആ ഒരു രീതി. അതും എല്ലാവരും ചെയ്യാറുണ്ട്. ഇനി ചില വീടുകളിൽ ഞങ്ങൾ വീഡിയോ ഡോർ ഫോൺ ഇൻസ്റ്റലേഷൻ ചെയ്യാറുണ്ട്. അതായത് ഇപ്പോൾ നമ്മുടെ ഗേറ്റ് അടഞ്ഞു കിടക്കുന്ന ഗേറ്റ് ആണെന്നുണ്ടെങ്കിൽ, കുറച്ച് ദൂരത്തൊക്കെ ആണെന്നുണ്ടെങ്കിൽ പുറത്തുനിന്ന് അപരിചിതരൊക്കെ നമ്മുടെ വീട്ടിലോട്ട് കയറി വരുന്നതൊക്കെ നമുക്ക് തടയാൻ പറ്റും. അങ്ങനെ വരുമ്പോൾ നമുക്ക് അവരുമായിട്ട് നേരിട്ട് കണ്ടുകൊണ്ട് സംസാരിക്കാനുള്ള ഒരു ഓപ്ഷനാണ് വീഡിയോ ഡോർ ഫോൺ അല്ലെങ്കിൽ വീഡിയോ ഇൻ്റർകോം
ഹോം എന്ന് പറയുന്നത്. അപ്പോൾ പുറത്തുള്ള ആ ഒരു ഔട്ട്ഡോർ യൂണിറ്റിൽ അവർ പ്രസ് ചെയ്യുന്ന സമയത്ത് വീടിൻ്റെ ഉള്ളിലേക്ക് കോൾ വരും. അപ്പോൾ ആ ഒരു ഡിസ്പ്ലേക്ക് ഉള്ളിൽ ഗേറ്റിൻ്റെ ഒരു ഓപ്ഷനോടെ കാണിക്കും. അപ്പോൾ നമ്മൾ ആ ഒരു അൺലോക്ക് ഓപ്ഷനിൽ ഞെക്കിക്കഴിഞ്ഞാൽ ആ ഗേറ്റ് ഓട്ടോമാറ്റിക് തുറക്കും. അത് നമുക്ക് വേണമെങ്കിൽ ഇതുമായിട്ട് കണക്ട് ചെയ്ത് ചെയ്യാൻ പറ്റും. ഇനി പല വീഡിയോയിൽ നമ്മൾ കണ്ടേക്കുന്നത് പോലെ ക്യാമറയൊക്കെ വെച്ചുകൊണ്ട് പലരും ഗേറ്റ് ഓപ്പറേറ്റ് ചെയ്യുന്നുണ്ട്, നമ്മുടെ നമ്പർ പ്ലേറ്റ് ഡിറ്റക്ട് ചെയ്തുകൊണ്ട് AI ഫീച്ചറൊക്കെ വെച്ചുകൊണ്ട്. പക്ഷേ അതൊന്നും അത്രത്തോളം സുരക്ഷിതത്വമുള്ളൊരു കാര്യമില്ല. കാരണം നമ്മുടെ ഗേറ്റ് അടഞ്ഞു കിടക്കുകയാണ്, നമ്മളൊന്നും ഇല്ലാത്തൊരു സമയത്ത് ആ ഒരു നമ്പർ പ്ലേറ്റ് അതേപോലെ തന്നെ ഇപ്പം പല കടകളിലും പഞ്ച് ചെയ്യാൻ കിട്ടും. അതുകൊണ്ട് കാണിച്ചു കഴിഞ്ഞാലും ഓട്ടോമാറ്റിക് ഗേറ്റ് തുറന്നു പോകും. അപ്പോൾ അങ്ങനെയുള്ള ഓപ്ഷൻസ് അല്ലാതെയും പല മാർഗ്ഗങ്ങളുണ്ട്. നമ്മുടെ RFID കാർഡുകൾ യൂസ് ചെയ്തുകൊണ്ട് നമുക്ക് ചെയ്യാൻ പറ്റും. നമ്മുടെ ഗേറ്റ് വണ്ടിയിൽ ഇരുന്നിട്ട് നമ്മൾ ഹോൺ അടിച്ചു കഴിഞ്ഞാൽ ഗേറ്റ് തുറക്കുന്ന രൂപത്തിലാക്കാൻ പറ്റും. അതേപോലെ തന്നെ നമുക്ക് മൊബൈലിലൂടെ ഗേറ്റ് ഓപ്പറേറ്റ് ചെയ്യാം. ഇവിടെയാണ് ഞാനൊരു കാര്യം പ്രത്യേകം നിങ്ങളോട് പറയണത്. മൊബൈലിലൂടെ ഗേറ്റ് ഓപ്പറേറ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഈ ഗേറ്റ് ഓട്ടോമേഷൻ ചെയ്യുന്ന കൂട്ടത്തിൽ നമുക്ക് ആ ഒരു ഓപ്ഷൻ വരുന്നില്ല. അത് നമ്മൾ അഡീഷണൽ ആയിട്ട് പർച്ചേസ് ചെയ്ത് ഇൻസ്റ്റലേഷൻ ചെയ്യണം. ഏതാണ്ട് 7000 മുതൽ 8000 രൂപ വരെയാണ് അതിൻ്റെ ആ ഒരു റിസീവറിന് കോസ്റ്റ് വരുന്നത്. അപ്പോൾ നമുക്ക് ഫോണിലൂടെ തന്നെ നമുക്കത് ഓപ്പറേറ്റ് ചെയ്യാൻ പറ്റും. പക്ഷേ എൻ്റെ അഭിപ്രായത്തിൽ അതിൻ്റെ ആവശ്യമില്ല എന്നാണ് എനിക്ക് തോന്നുന്നത്. കാരണം നമ്മളിപ്പോൾ വല്ല വിദേശത്തൊക്കെ ആണെന്നുണ്ടെങ്കിൽ നമുക്ക് അങ്ങനെയൊക്കെ ചെയ്യേണ്ട ആവശ്യമുള്ളൂ. അല്ലെങ്കിൽ നമുക്കിപ്പോൾ ഒരു അഡീഷണൽ ആയിട്ടുള്ള ഒരു റിമോട്ട് കൺട്രോളോടെ മേടിച്ചാൽ, നമുക്കിപ്പോൾ 2 കാർ ഉണ്ടെന്നുണ്ടെങ്കിൽ ഒരെണ്ണം നമ്മുടെ വീട്ടിൽ നമ്മൾ വെക്കുന്നു, 2 കാറുകളിലും ഓരോ റിമോട്ട് വയ്ക്കാവുന്ന രീതിയിൽ നമുക്ക് ആകെ 3 റിമോട്ട് പോരെ. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ആ റിമോട്ടിൽ നിന്ന് തന്നെ ഓപ്പറേറ്റ് ചെയ്യാം. 50 മീറ്ററാണ് കമ്പനി ഈ ഡിസ്റ്റൻസ് പറയുന്നത് റിമോട്ടിൻ്റെ. നമുക്കൊരു 30 മീറ്റർ മാക്സിമം കിട്ടിയാൽ പോരെ. ഇനി അതിൽ കൂടുതൽ ദൂരത്തിൽ നമുക്ക് ഓപ്പറേറ്റ് ചെയ്യണമെങ്കിൽ മാത്രം നമ്മൾ ഈ വൈഫൈ ബേസ്ഡ് ആയിട്ടുള്ള അല്ലെങ്കിൽ ഏതെങ്കിലും സിം ആയിട്ടുള്ള റിമോട്ട് ഓപ്ഷൻസ് നോക്കിയാൽ മതി കേട്ടോ. ഇനി പലരുടെയും സംശയം എന്ന് വെച്ചാൽ ഗേറ്റ് ഓട്ടോമേഷൻ ചെയ്തിട്ടുണ്ട്, കേടായി കഴിഞ്ഞാൽ എന്ത് ചെയ്യാൻ സാധിക്കും എന്നുള്ളതാണ്. കേടായി കഴിഞ്ഞാൽ ഒരു കുഴപ്പമില്ല, അത് നമുക്ക് സുഖമായിട്ട് മാനുവലി ഓപ്പറേറ്റ് ചെയ്യാൻ സാധിക്കുന്നതാണ്. ഇനി കറണ്ട് പോയി കഴിഞ്ഞാൽ ഓട്ടോമേറ്റഡ് ഗേറ്റ് വർക്ക് ചെയ്യും എന്നുള്ള കാര്യമാണ്. നമുക്ക് 2 ടൈപ്പ് മോട്ടറുകളാണ് അവൈലബിൾ ആയിട്ടുള്ളത്, AC മോട്ടറും DC മോട്ടറും. ഇന്ന് ഓൾമോസ്റ്റ് അവൈലബിൾ ആയിരിക്കുന്ന എല്ലാ ബ്രാൻഡുകളിലും DC മോട്ടറിൻ്റെ കൂട്ടത്തിൽ ഒരു ബാറ്ററിയും കൂടെ വരുന്നുണ്ട്. 10 പ്രാവശ്യം ഗേറ്റ് ഓപ്പറേറ്റ് ചെയ്യാവുന്ന രീതിയിൽ അതിനുള്ളിൽ ചാർജ് നിൽക്കും. അപ്പോൾ DC മോട്ടറിന് ഈ ബാറ്ററിയും കൂടെ വരുന്നതുകൊണ്ട് കുറച്ചും കൂടെ കോസ്റ്റ് കൂടുതലായിരിക്കും. പിന്നെ ഡ്യൂറബിലിറ്റി ആണെങ്കിലും ടോർക്ക് ആണെങ്കിലും നിങ്ങൾക്കറിയാം DC മോട്ടറിനാണ് ഒന്നും കൂടെ കൂടുതൽ വരുന്നത്. അതുകൊണ്ട് അതാണ് എൻ്റെ സജഷൻ. പക്ഷേ AC മോട്ടർ എടുത്താലും കുഴപ്പമൊന്നുമില്ല, നിങ്ങൾ ഇൻവെർട്ടറുമായിട്ട് കണക്ട് ചെയ്തിട്ടുണ്ടെന്നുണ്ടെങ്കിൽ കുഴപ്പമില്ല. 1.2 കിലോവാട്ടിൽ കൂടുതൽ വരുന്ന ഇൻവെർട്ടറിലേക്ക് നമുക്ക് ഡയറക്റ്റ് ആയിട്ട് കണക്ട് ചെയ്യാം. ഇനി ഗേറ്റ് ഓട്ടോമേഷൻ ചെയ്യുന്ന സമയത്ത് എന്തൊക്കെ കേബിളിംഗ് ആണ് നമ്മൾ ചെയ്യേണ്ടതെന്നുള്ള കാര്യമാണ്. നമ്മുടെ വീട്ടിൽ നിന്ന് 1.5 സ്ക്വയർ mm 3 കോർ കേബിളാണ് ഈ ഗേറ്റിൻ്റെ അടുത്തേക്ക് പോകേണ്ടത് കേട്ടോ. അത് നിങ്ങൾ ഇൻവെർട്ടറിൽ നിന്നാണ് കൊടുക്കാൻ പ്ലാൻ ചെയ്യുന്നുണ്ടെങ്കിൽ അവിടെ നിന്ന് കൊടുക്കാം. ഇനി അതല്ല ഡയറക്റ്റ് AC നിന്നാണെങ്കിൽ അങ്ങനെ തന്നെ നമുക്ക് കൊടുക്കാം. എന്തായാലും ഒരു 3 കോർ 1.5 സ്ക്വയർ mm കുറയാത്ത ഒരു വയർ വേണം അങ്ങോട്ടേക്ക് ചെല്ലാൻ വേണ്ടിയിട്ട്. അത് നല്ല രീതിയിൽ പൈപ്പിനുള്ളിലൂടെ തന്നെ അണ്ടർഗ്രൗണ്ട് ചെയ്ത് ഇടാൻ പറ്റുമെങ്കിൽ അത്രയും നല്ലതാണ്. നമ്മുടെ പേവിംഗ് ടൈലൊക്കെ ഇട്ടതിന് ശേഷം പിന്നെ ഇടാനൊക്കെ നോക്കുന്നത് ഭയങ്കരധികം ബുദ്ധിമുട്ടുണ്ടാകും. ഈ ഒരു പവറിൻ്റെ കേബിളിനോടൊപ്പം തന്നെ നമ്മൾ ഒരു കൺട്രോൾ കേബിളും കൂടെ അങ്ങോട്ട് ഇടണം. അതൊരു Cat 6 കേബിളാണ്. അപ്പോൾ ആ കേബിളാണ് നമ്മുടെ വീട്ടിലൊരു സ്വിച്ച് വെച്ചിട്ട് ഈ ഗേറ്റ് തുറക്കാനും അടയ്ക്കാനും ഉള്ളൊരു ഓപ്ഷന് നമ്മളെ സഹായിക്കുന്നത്. അപ്പോൾ ഈ 2 വയറുകളുമാണ് നമ്മൾ ഗേറ്റ് ഓട്ടോമേഷൻ പ്ലാൻ ചെയ്യുന്നുണ്ടെങ്കിൽ നമ്മൾ ഇടേണ്ടത്. പിന്നെ ഓരോ ഗേറ്റിനനുസരിച്ച്, അതായത് സ്വിംഗ് ഗേറ്റ് ആണെങ്കിലും സ്ലൈഡിംഗ് ഗേറ്റ് ആണെങ്കിലും വൺ സൈഡ് തുറക്കുന്ന ഗേറ്റ് ആണെങ്കിലും ഇപ്പോൾ 2 ലീഫുള്ള ഗേറ്റ് ആണെങ്കിലും അവിടെ കുറച്ച് കേബിളിങ്ങും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. അത് നമ്മളിപ്പോൾ വറീഡ് ആവേണ്ട ആവശ്യമില്ല. നമ്മൾ ആ ഗേറ്റിൻ്റെ അടുത്തേക്ക് ഒരു 2 വയർ ഇപ്പോൾ ഇട്ട് വെച്ചാൽ മതി. പിന്നീട് ഗേറ്റ് ഓട്ടോമേഷൻ ചെയ്യാൻ വരുന്ന കമ്പനിയാണ് അവിടെയുള്ള ബാക്കിയുള്ള വയറിങ്ങും കാര്യങ്ങളൊക്കെ ചെയ്യുന്നത് കേട്ടോ. ഇനി കോസ്റ്റിനെ പറ്റി പറയുകയാണെന്നുണ്ടെങ്കിൽ ഞാൻ നേരത്തെ നിങ്ങളോട് പറഞ്ഞു, ഏറ്റവും കുറഞ്ഞ ചിലവ് ഒരു 50,000 രൂപ വരെയൊക്കെയാണ് വരുന്നത്. അതൊരു സിംഗിൾ സ്ലൈഡിങ് ഗേറ്റ് ഓപ്പറേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. നമുക്ക് 2 സൈഡിലായിട്ടും തുറക്കണം എന്നുണ്ടെങ്കിൽ 2 മോട്ടർ നമ്മൾ യൂസ് ചെയ്യേണ്ടി വരും. അത് വലിയൊരു പ്രധാനപ്പെട്ട കാര്യമാണ്. ഇനി ചില ആളുകളുടെ ഗേറ്റ് എന്ന് പറഞ്ഞാൽ ഒരു ലീഫ് സിംഗ് ആണെന്നുണ്ടെങ്കിൽ ഒരു ലീഫ് സ്ലൈഡിങ് ആയിരിക്കും. അപ്പോൾ ഇങ്ങനെ വരുന്ന സമയത്ത് നമുക്ക് അവിടെ ഒരു ബുദ്ധിമുട്ടുണ്ടാകുന്നുണ്ട്. നിങ്ങൾക്കറിയാം 2 ഗേറ്റുകൾക്കും 2 ലീഫിനും 2 റിമോട്ടാണ് വരുന്നത് അല്ലേ. അപ്പോൾ അങ്ങനെ വരുന്ന സമയത്ത് ഒരു എക്സ്റ്റേണൽ റിസീവർ എന്നുള്ളൊരു സാധനം അഡീഷണൽ ആയിട്ട് പർച്ചേസ് ചെയ്തുകൊണ്ട് നമുക്ക് ഈ 2 റിമോട്ടിനെയും കൂടെ ഒരുമിച്ച് പ്രവർത്തിപ്പിക്കുന്ന രീതിയിലേക്ക് ആക്കാൻ പറ്റും. അപ്പോൾ അതിന് കുറച്ച് ചിലവും കൂടെ കൂടുതലാണ്, അറൗണ്ട് ഒരു 6,000 കോസ്റ്റ് അഡീഷണൽ വരും കേട്ടോ. അപ്പോൾ ഇതൊക്കെയാണ് ഗേറ്റ് ഓട്ടോമേഷനെ പറ്റി എനിക്ക് നിങ്ങൾക്ക് പറഞ്ഞു തരാനുള്ളത്. ഇപ്പോൾ ഇതിനെപ്പറ്റി നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ടോ കാര്യങ്ങളൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ താഴെ കമൻറ്റിൽ എഴുതി കഴിഞ്ഞാൽ ഞാൻ മറുപടി തരാം. അല്ലെങ്കിൽ താഴെ കൊടുത്തേക്കുന്ന നമ്പറിലേക്ക് കോൺടാക്ട് ചെയ്യുക. കേരളത്തിലെ എല്ലായിടത്തും ഞങ്ങൾ നല്ല രീതിയിൽ ഹൈ ക്വാളിറ്റിയിൽ ഗേറ്റ് ഓട്ടോമേഷൻ ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഞങ്ങൾ പല കമ്പനികളാണ് ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്നത്. ചില ആളുകൾ പറയുന്നു ഇറ്റാലിയൻ കമ്പനി യൂസ് ചെയ്താൽ മാത്രമാണ് ബെസ്റ്റ് ക്വാളിറ്റി എന്ന്. ഒരിക്കലും അല്ല.
ഒരു ഗേറ്റ് ഓട്ടോമേഷൻ ചെയ്യുന്ന സമയത്ത് എല്ലാ ക്വാളിറ്റി മെഷേഴ്സും കാര്യങ്ങളും നമ്മൾ എടുത്തിട്ടുണ്ട്. നമ്മുടെ മോട്ടറിന് ഒരു 2-3 വർഷം വാറണ്ടിയും കാര്യങ്ങളൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾ പിന്നെ ഈ 90,000 1,00,000 ഒക്കെ മുടക്കിയിട്ട് ഇറ്റാലിയൻ കമ്പനിയുടെ ഒന്നും ഓട്ടോമേഷൻ ചെയ്യേണ്ട ഒരാവശ്യം നിങ്ങൾക്ക് വരുന്നില്ല. ഓഫ് കോഴ്സ് എന്തായാലും അതിനകത്ത് ക്വാളിറ്റി ഒക്കെ കൂടുതലുണ്ട്. പക്ഷേ എന്ന് വെച്ചുകൊണ്ട് പ്രവർത്തിക്കാതെ ഇരിക്കുകയോ ഒന്നും ചെയ്യില്ല. ഇപ്പോൾ പല ആളുകളും ഒരു 90% ആൾക്കാർ ചെയ്തുകൊണ്ടിരിക്കുന്നത് സാധാരണ രീതിയിലുള്ള നമ്മുടെ ഇന്ത്യൻ മെയ്ഡ് പ്രോഡക്റ്റുകൾ വെച്ചിട്ടുള്ള ഓട്ടോമേഷൻസ് ആണ്. UK മെയ്ഡ് കമ്പനിയുടെ പ്രോഡക്റ്റുകളൊക്കെ അവൈലബിൾ ആണ്. ഞങ്ങളിപ്പോൾ കൂടുതലായിട്ട് അതാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ അതിനെപ്പറ്റി കൂടുതലായിട്ട് നിങ്ങൾക്ക് അറിയണമെന്നുണ്ടെങ്കിൽ താഴെ കൊടുത്തേക്കുന്ന നമ്പറിലേക്ക് നിങ്ങൾ കോൺടാക്ട് ചെയ്യുക. കേരളത്തിൽ എവിടെ വേണമെങ്കിലും ഞങ്ങൾ വന്ന് സൈറ്റ് സർവേ ചെയ്ത് ഇൻസ്റ്റലേഷൻ ചെയ്ത് തരാം കേട്ടോ. ഓക്കെ, അപ്പോൾ എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുന്നു.